ഹായ് എവരി വൺ. നമ്മൾ ബംഗാളിയിലെ ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട്. അപ്പം ആ ഒരു ട്രിലജിയിലെ 3-മത്തെ ഒരു വീഡിയോ ആണിത്. ഞാൻ കുറേ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ഒരു 10-24 കഴിഞ്ഞു. ബാക്കിയുള്ള അവസാനത്തെ ഒരു 10-12 കൂടിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഇത് പറയുന്നതിന് മുൻപ് ഈ ഹിന്ദിയുടെ ചെറിയൊരു കമ്പാരിസൺ ആണ്. ഹിന്ദിയിൽ ഔർ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. ഇപ്പം ഈ ഔർ എന്ന് പറഞ്ഞ വാക്ക് ഒരു ഉദാഹരണത്തിന് തു ഔർ മേ അല്ലെങ്കിൽ തും ഔർ മേ എന്ന് പറയുന്ന ഒരു വാക്ക്. ഇത് കണക്റ്റിംഗ് വേർഡാണ്. ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയുന്നൊരു വാക്കാണിത്. അപ്പം യു ആൻഡ് ഐ, നീയും ഞാനും എന്ന് പറയുന്നതിൻ്റെ ആ കണക്റ്റീവ് വാക്കാണ് ആൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലൊരു വാക്കാണ് ഹിന്ദിയിലെ ഔർ. ഇത് ഹിന്ദിയിലെ ഒരു അർത്ഥമാണ് ഔർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ. ഇതുകൂടാതെ ഔർ എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഔർ ക്യാ അല്ലെങ്കിൽ ഔർ കോൺ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഇതിന് വരും. ഈ ഒരു വാക്കിന് ഔർ എന്ന് പറഞ്ഞ വാക്കിന് വരും. ഔർ ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത്, അല്ലെങ്കിൽ എന്ത്, വേറെ എന്ത് എന്നൊക്കെ. അപ്പം ആ ഒരു വാക്ക്, ഈ ഔർ എന്ന് പറഞ്ഞ വാക്ക് ബംഗാളിയിലുണ്ട്. അതാണ് ആർ. ഓക്കെ. അപ്പം ആർ എന്ന് പറഞ്ഞതിന് ശേഷം ഒരുവിധം നമ്മൾ നേരത്തെ ഏറ്റവും ആദ്യത്തെ വീട്ടിൽ പഠിച്ച കുറച്ച് ബേസിക് ആയ കുറച്ച് ചോദ്യ വാക്കുകളുണ്ട്, ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടല്ലോ. അഭിഷാദ് ഗുരുവായൂർ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടല്ലോ. ആ വേർഡ്സ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇംഗ്ലീഷിൽ ചോദ്യങ്ങളുടെ ഒപ്പം എൽസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. എൽസ്, വാട്ട് എൽസ്, വിച്ച് എൽസ്, വേർ എൽസ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമുക്ക് കിട്ടും. മലയാളത്തിൽ അങ്ങനെ അധികം ഉപയോഗിക്കാറുണ്ടെങ്കിൽ തന്നെ അത് 2 സെപ്പറേറ്റ് വാക്കുകളാണ്. ഓക്കെ. ഇപ്പം അല്ലെങ്കിൽ ആര്, വേറെ ആര്, വേറെ എന്ത്, വേറെ എവിടെ എന്നൊക്കെയുള്ള വാക്കുകൾ. ഞാൻ ആദ്യത്തെ വീട്ടിൽ പറഞ്ഞായിരുന്നു, ഞാൻ കുറേ ചോദ്യവാക്കുകളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇതിലെല്ലാം മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നുമല്ല. മലയാളത്തിൽ അങ്ങനെ ഒരു പദപ്രയോഗങ്ങളില്ല. മലയാളത്തിൽ അർത്ഥം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, നേരെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അതിന് പ്രോപ്പറായൊരു നമുക്ക് കേട്ട ഒരു സുഖം തോന്നുന്ന രീതിയിലൊരു വാക്ക് വരില്ല. ഓക്കെ. അപ്പം ആ വാക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർ എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ടൊരു 4-5 എണ്ണം ഏതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ വാക്ക് ആർ കീ. ഞാൻ പറഞ്ഞിരുന്നു കീ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ത് എന്നാണ്. അപ്പം ആർ കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്ത് അല്ലെങ്കിൽ പിന്നെ എന്ത്. ഓക്കെ. അപ്പം ഇംഗ്ലീഷിൽ വാട്ട് എൽസ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, വാട്ട് എൽസ്. അടുത്തത് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്. അപ്പം ആർ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ കെ നാരായണന്റെ ആർ കെ അല്ല, ആർ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആര്, ഹു എൽസ്. മറ്റേ സിനിമയ്ക്ക് അത് പറയുന്ന പോലെ ആ വൻമരം വീണു, ഇനി ആര്, വേറെ ആര്. ഓക്കെ. അടുത്തത് ആർ കൊക്കോൻ. അറിയാലോ, കൊക്കോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എന്നാണ് അർത്ഥം, എന്ന് എന്നല്ല, എപ്പോൾ. ഓക്കെ. അപ്പം ആർ കൊക്കോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ന്, ഇന്നല്ലെങ്കിൽ പിന്നെ എന്ന്, അല്ലെങ്കിൽ വേറെ എന്ന് പറയില്ല, പിന്നെ എന്ന്. ഓക്കെ. അപ്പം കൊക്കോൻ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോബെ എന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ പറയാനല്ലോ. കോബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, കൊക്കോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് കേട്ടോ, എന്നല്ല. അപ്പം പിന്നെ എന്നല്ല, പിന്നെ എപ്പോൾ, പിന്നെ എന്ന് പറയാനായിട്ട് ആർ കോബെ. ഓക്കെ. അടുത്തത് കോദായി. കോദായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ. അപ്പം ആർ കോദായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെ, വേറെ എൽസ്. അടുത്തത് കോണ്ടി. കോണ്ടി എന്ന് വെച്ചാൽ ഏത്. ആർ കോണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ എനിക്ക് മടിയാവുന്നു, കാരണം ഇംഗ്ലീഷിൽ വിച്ച് എൽസ് എന്ന് നമ്മൾ പറയാറില്ല. പക്ഷെ അതാണ് അതിൻ്റെ ഒരു അർത്ഥം, വേറെ ഏത്. ഓക്കെ. മലയാളത്തിൽ നമുക്ക് പറയാം വേറെ ഏത്. അടുത്തത് ഇത് കുറച്ച് വ്യത്യാസമായ വാക്കാണ്, ആർ കിതാബേ. കിതാബ് എന്ന് വെച്ചാൽ പുസ്തകം എന്നാണല്ലോ ഹിന്ദിയിൽ, അതുമായിട്ടൊരു ബന്ധമില്ല. ആർ കിതാബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ എൽസ്, വേറെ എങ്ങനെ, പിന്നെ എങ്ങനെ എന്നൊക്കെയുള്ള അർത്ഥമാണ്. എങ്ങനെ എന്ന് പറയുന്ന 2 വാക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഒന്ന് കെമോൻ, ഒന്ന്
കിബാബെ. ആ കിബാബെ എന്ന് പറഞ്ഞ വാക്കുമായിട്ട് കുറച്ച് ബന്ധമുണ്ട് ഇതിന്. ഇത് കിതാബെ. ഓക്കെ, ആർ കിതാബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ, വേറെ എങ്ങനെ. അടുത്ത രണ്ട് വാക്കുകൾ താഹോലെ എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ടാണ്. താഹോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ എന്ന് പറഞ്ഞ ഒരു അർത്ഥം വരുന്നൊരു വാക്കാണ്. എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ രണ്ട് ചോദ്യവാക്കുകളൊപ്പം ഉപയോഗിക്കാൻ പറ്റും. താഹോലെ കി എന്ന് വെച്ചാൽ ദെൻ വാട്ട്. സോ വാട്ട് എന്നല്ല, ദെൻ വാട്ട്. ഇതല്ലെങ്കിൽ പിന്നെ എന്താണ്, അങ്ങനെയാണെങ്കിൽ എന്ത്, അപ്പോഴെന്ത്. മലയാളത്തിൻ്റെ ഒരു കാര്യം, മലയാളത്തിൽ ഈ ദെൻ വാട്ട് എന്ന് പറഞ്ഞ ഒരു വാക്കിന് ചിലപ്പോൾ ഉണ്ടായേക്കാം, ഞാൻ അത്രയും അധികം ഉപയോഗിക്കാത്ത ഒരാളാണ്. ദെൻ വാട്ട് ആണ് താഹോലേക്ക്. പക്ഷെ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന വാക്കാണ് കുറച്ച് കൺഫ്യൂഷൻ, താഹോലെ കൊക്കോൻ. ഈ താഹോലെ കൊക്കോൻ എന്ന് പറയുന്ന നേരത്ത് ഇംഗ്ലീഷിൽ അതിനെ ദെൻ വെൻ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എപ്പോൾ, കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത്, അതാണ് ഈ താഹോലേക്ക് ദെൻ വാട്ട്. താഹോലെ കൊക്കോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എപ്പോൾ, ദെൻ വെൻ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം വെൻ എൽസും ദെൻ വെനും തമ്മിൽ എന്താ വ്യത്യാസമുള്ളതെന്ന്. വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം അടുത്തത് അധികം കൺഫ്യൂഷൻ ആക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് അടുത്ത ഒരു 2-3 വാക്കുകൂടി പെട്ടെന്ന് പറഞ്ഞ് ഈ വീഡിയോ തന്നെ മൈൻഡ് അപ്പ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അടുത്തത് ഈ ദെൻ വാട്ട് എന്ന് പറയുന്ന വാക്കിനോട് ബന്ധമുള്ള ഒരു വാക്കാണ് സോ വാട്ട്. ഇത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുള്ള വാക്കാണ്, ഇംഗ്ലീഷിൽ തന്നെ ഉപയോഗിക്കാറുള്ളത് സോ വാട്ട്. അതിനെന്താ ദെൻ വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്, സോ വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്താ. ഓക്കെ, അതിനെന്താ എന്ന് പറയാനായിട്ടുള്ള വാക്കാണ് താത്തേ കി. ഓക്കെ, താത്തേ എന്ന് വെച്ചാൽ അപ്പോൾ, അങ്ങനെയാണെങ്കിൽ താത്തേ, കി എന്ന് വെച്ചാൽ എന്ത്, സോ വാട്ട് അതിനെന്താ. അടുത്തത് കേനോ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കേനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട്, വൈ എന്ന് പറഞ്ഞ വാക്കാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ വൈ സോ, അതെന്താണ് അങ്ങനെ. അപ്പം അതെന്താണ് അങ്ങനെ എന്ന് ചോദിക്കാനായിട്ട് താ കേനോ. ഓക്കെ, താ കേനോ എന്ന് വെച്ചാൽ എന്തുകൊണ്ട്. പിന്നെ താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട്, അങ്ങനെ. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് പറയാം, കൺഫ്യൂഷൻ ആക്കുന്നില്ല. താ കേനോ എന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ, വൈ സോ. ഓക്കെ, മതി, അത്രയേ ഉള്ളൂ. അടുത്തത്, ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കാണ് ഏത് സിറ്റുവേഷനിലും. വൈ നോട്ട്, എന്തുകൊണ്ടില്ല. മലയാളത്തിൽ നമ്മളത് ഉപയോഗിക്കാറില്ല, എന്തുകൊണ്ടില്ല നമ്മൾ പറയാറില്ല. മലയാളികൾ തന്നെ ഇംഗ്ലീഷിലെ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്, വൈ നോട്ട്. വൈ നോട്ട്, എന്തുകൊണ്ടില്ല, എന്തുകൊണ്ടാവില്ല, എന്തുകൊണ്ട് പറ്റില്ല. അതാണ് കാനോ നോയ്. കാനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട്, നോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഒരുമിച്ച് പറയുകയാണെങ്കിൽ കാനോ നോയ്. എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, നിനക്ക് ചെയ്തു തരാൻ പറ്റുമോ? കാനോ നോയ്, വൈ നോട്ട്, എനിക്ക് ചെയ്തു തരാൻ പറ്റും. ഓക്കെ, ഇന്ന് പഠിച്ച 12 വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് മാത്രമേ പറയുന്നുള്ളൂ, കാരണം മലയാളം കുറച്ച് ഫണ്ണിയാണ്. ആർക്കി, വാട്ട് എൽസ്. ആർക്കെ, ഹു എൽസ്. ആർ കൊക്കോൻ, വെൻ എൽസ്. ആർ കോബെ, പ്രത്യേകിച്ചൊരു വാക്കില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, വെൻ എൽസ്. ആർ കോതായ്, വേർ എൽസ് വാക്കുണ്ട്. ആർ കോണ്ടി, വിച്ച് എൽസ് വാക്കില്ല, ഇംഗ്ലീഷിൽ പറയാറില്ല. വിച്ച് വൺ എൽസ് ഇല്ല, അതും പറയില്ല. ആർ കിതാബെ, ഹൗ എൽസ്. English pundits, please forgive me. Tahole ki, then what? Tahole kokon, then where? Okay. Then where la, then when. Okay. Tahole kokon, then when. Tate ki, so what? Ta keno, why so? Keno noi, why not?
ഇതിൽ ഈ ആർ വെച്ചിട്ടുള്ള വാക്കുകളുണ്ടല്ലോ, ആർക്കി, ആർക്കെ, ആർക്കൊക്കോൻ, ആർക്കോബെ, ആർക്കോദായ്, ആർക്കോൻറ്റി, ആർ കിതാബി, ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിലും തട്ടിമുട്ടി മലയാളത്തിലും പറയാം. പക്ഷെ ബാക്കിയുള്ള വാക്കുകളൊന്നും ചിലതൊന്നും മലയാളത്തിൽ വാക്കുകളില്ല അതിനൊന്നും. പിന്നെ ഈ അവസാനം വരുന്ന ഈ കെനോ നോയാണ് എനിക്കൊരു കുറച്ച് കംഫർട്ടബിൾ ആയ ഒരു കാര്യം. കാരണം അത് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. വൈ നോട്ട്? കെനോ നോയ് എന്ന് വെച്ചാൽ വൈ നോട്ട്? ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്സ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞൊരു 3 വീഡിയോകളായിട്ട് ഒരു 36 വാക്കുകൾ, എക്സാക്ട്ലി 36 വാക്കുകളാണെന്ന് തോന്നുന്നു, 36 ക്വസ്റ്റ്യൻ വേർഡ്സ്. എക്സാക്ട്ലി ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ല, പക്ഷെ ക്വസ്റ്റ്യൻ വേർഡ്സിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് വാക്കുകൾ കൂടി ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഞാൻ എൻ്റെതായ പേസ് അനുസരിച്ച് ഇത് പോകുന്നതായിരിക്കും മുമ്പോട്ട്. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡ് മനസ്സിലായിട്ടില്ല, അതിന് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വേണം, കുറച്ചുകൂടി എക്സാമ്പിൾ വേണം എന്നാണെങ്കിൽ എന്നോട് പറയുക. കമന്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തു തരാം. ഓക്കെ, പിന്നെ ബംഗാളി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്രോപ്പറായി കന്നഡ, തെലുഗു ചെയ്യുന്ന പോലെ ആ ഒരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടത് ഒരു കോൺവെർസേഷന് വേണ്ടിയാണല്ലോ, സംഭാഷണങ്ങൾക്ക് വേണ്ടിയാണല്ലോ. നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന ബംഗാളികളോടോ അല്ലെങ്കിൽ നമ്മൾ പുറം നാട്ടിൽ പോയി ബംഗാളികളുള്ളടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അവരോട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബംഗാളി പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒരു കോണ്ടെക്സ്റ്റ്, ഒരു സന്ദർഭം, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, ഇപ്പോൾ ഒരു ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, രണ്ടും തന്നെയാണ്, പണിസ്ഥലം, കൺസ്ട്രക്ഷൻ സൈറ്റ്, ഹോസ്പിറ്റൽ, എയർപോർട്ടിൽ ബംഗാളിയിൽ സംസാരിക്കേണ്ട ആവശ്യം വരുന്നത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ, ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡയലോഗുകൾ വേണമെന്നാണെങ്കിൽ ആ സിറ്റുവേഷൻ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള വീഡിയോകൾ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പാറ്റേൺ ഇല്ലാത്തൊരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത്രയും പറയുന്നുള്ളൂ. വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം എനിക്കത് അറിയാൻ പറ്റുന്നില്ല, വളരെ കുറച്ച് കമന്റുകളേ ഉള്ളൂ. 2-3 പേര് റെഗുലറായിട്ട് എല്ലാ പ്രാവശ്യവും വീഡിയോ ആക്കി കമന്റ് ഇടുന്നതായിരിക്കും, ബാക്കി ആരും കമന്റ് ഒന്നും ചെയ്യുന്നില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വീഡിയോകൾ വേണമെന്നാണെങ്കിൽ പറയുക. അങ്ങനെയാണെങ്കിൽ ഒരു സീക്രട്ട് പറയാം, കന്നഡ, തെലുഗു വീഡിയോകൾ എനിക്ക് അതിൻ്റെ എണ്ണം കുറച്ചിട്ട് ബംഗാളി വീഡിയോ കുറച്ച് കൂടുതൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം അത്രയും പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.